ഈ ഒരു സ്ക്രാപ്പർ ബ്ലേഡ് വെച്ച് നിങ്ങളുടെ ശരീരം നല്ല ഫിറ്റാക്കി ഇരുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഞാൻ കാണിച്ചു തരാം. എന്നെ കണ്ടോ, ഫിസിക്കലി നല്ല ഫിറ്റ് അല്ലേ? അപ്പോൾ ഇതേപോലെയൊക്കെ ആവണമെങ്കിൽ വേറെ ഒന്നുമില്ല, വീട്ടിൽ കുറച്ച് വർക്കുകൾ ചെയ്താൽ മതി. നമുക്ക് ജോലിയൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഓഫ് ആണെങ്കിൽ അന്ന് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് തന്നെ ഇതുപോലുള്ള വർക്കൗട്ടുകൾ നമുക്ക് ഒരുപാടുണ്ട്. ഒന്നും വേണ്ട, ഇതുപോലൊരു സ്ക്രാപ്പർ ബ്ലേഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്ലേഡ് നൈസായിട്ട് എടുക്കുക. നമ്മുടെ മതിലൊക്കെ ഇതുപോലെ ഒരുപാട് കളകൾ പിടിച്ചിട്ടുണ്ടാവും. ഈ ഒരു കളകൾ നൈസായിട്ട് നമ്മൾ ചെത്തിക്കളയുക. ഇത് നല്ലൊരു വർക്കൗട്ടാണ് കേട്ടോ. നിങ്ങൾ ജിമ്മിൽ മാസങ്ങളും അല്ലെങ്കിൽ വർഷങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ വീടിൻ്റെ പറമ്പത്ത് തന്നെ നിങ്ങൾ മാസത്തിൽ ഒരിക്കയോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റാവും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നഷ്ടവും കാര്യങ്ങളൊന്നുമില്ല. ഒരു തരത്തിലും നിങ്ങൾക്ക് പൈസയും മുടക്കണ്ട. നിങ്ങളുടെ വീട് നല്ല രീതിക്കും വീട്ടിൻ്റെ പരിസരവും ക്ലീനായി ഇരിക്കുകയും ചെയ്യും. ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടിലൊന്നും ചെയ്യാതെ നാട്ടിലൊന്നും ചെയ്യാതെ ഒരുപാട് പൈസയും മുടക്കി കടമെടുത്തുകൊണ്ട് ജിമ്മിലൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാർ. ജിമ്മിൽ പോകുന്ന ആൾക്കാർ കുറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ അത്യാവശ്യം നമുക്ക് നമ്മുടെ വീടിൻ്റെ പറമ്പത്ത് തന്നെ ഇതുപോലൊക്കെയുള്ള പരിപാടികൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, തടിയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഫിസിക്കലി എപ്പോൾ നല്ല ഫിറ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കളയൊക്കെയാണ്. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നിങ്ങൾക്ക് കാണാം, നല്ല രീതിക്ക് കളയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് നൈസായിട്ട് ഇങ്ങനെ ചെത്തി വിടുകയാണ് കേട്ടോ. ഇതൊരു പ്രത്യേക രസമാണ് ഇങ്ങനെ ചെത്തുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ബ്ലേഡേ വേണ്ടു. പിന്നെ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. ഈ ഒരു ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്. ഈ പെയിൻറ്റർമാരുടെ കയ്യിലൊക്കെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ. ഇത് സൂക്ഷിക്കണം, കാരണം ഇതിൻ്റെ തെറ്റം നല്ല ഷാർപ്പായതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മുറിയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആദ്യം സേഫ്റ്റി ആയിരിക്കണം നിങ്ങൾ മസ്റ്റായിട്ട് കീപ്പ് ചെയ്യേണ്ടത്. അല്ലാണ്ട് വീഡിയോസിൽ അങ്ങനെ പറഞ്ഞു, വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു എന്നും കരുതി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് നല്ല രീതിക്ക് പണി കിട്ടും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ടിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വരെ നമ്മൾ നൈസായിട്ട് ചിരണ്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടം തൊട്ട് നമുക്ക് അങ്ങോട്ട് ആ ഒരു ഭാഗം വരെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചിരണ്ടി കൊടുക്കുക. ഈ ഒരു ബ്ലേഡ് എന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പാണ് കേട്ടോ. ഇത് വെച്ച് ഉരക്കുമ്പോൾ തന്നെ വലിയ പ്രയാസമൊന്നുമില്ല, നൈസായിട്ട് അങ്ങോട്ട് പോകും. ഇതുപോലെ ഒരുപാട് കളകൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കല്ല് പെട്ടെന്ന് ചീത്തയായി പോകും. പ്രത്യേകിച്ച് തേപ്പ്, അതായത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാത്ത മതിലുകളാണെങ്കിൽ കഴിയുന്നതും നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി പ്ലാസ്റ്റർ മൊത്തമായിട്ട് നിങ്ങൾ ചെയ്തില്ല എങ്കിലും ഞാൻ ഈ കൈ പിടിച്ച സ്ഥലം കണ്ടോ മതിലിൻ്റെ മുകളിൽ, അതായത് തൊപ്പി, ആ തൊപ്പിയെങ്കിലും നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ മതിൽ കെട്ടിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം പെട്ടെന്ന് തന്നെ ആ ഒരു മതിൽ പോയി കിട്ടും. കാരണം മഴ കൊള്ളുമ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കല്ലിങ്ങനെ ചീത്തയായി വരും. അപ്പോൾ നിങ്ങൾ തൊപ്പി തേച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര രീതിയിലുള്ള എഫക്റ്റ് ഒന്നും ചെയ്യില്ല. ഫുള്ളായിട്ട് തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫുൾ തേച്ച് നമ്മൾ ഫിനിഷ് ആക്കുകയാണെങ്കിൽ കുറേ കാലം നിങ്ങളുടെ മതിൽ നല്ല ബലത്തോടു കൂടി ഇരിക്കും. ഇനിയിപ്പോൾ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കളകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെത്തി കൊടുത്തില്ല എങ്കിൽ പതിയെ നമ്മുടെ കല്ല് നടുഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഈ സൈഡ് താഴെയുള്ള ഭാഗത്തു നിന്നൊക്കെ കല്ലിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മതിലെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ചെയ്യണമെന്ന് മെയിനായിട്ട് പറഞ്ഞത് ചിലപ്പോൾ തള്ളിപ്പോവാനൊക്കെയുള്ള ചാൻസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അതിർത്തി എപ്പോഴും നല്ല രീതിക്ക് നിൽക്കും. ഇപ്പോൾ ഈ ചിരണ്ടി ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ, നല്ലൊരു ഫിനിഷിംഗ് അല്ലേ നമ്മൾ കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ലീവൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ ഇതുപോലെ നമ്മൾ ചെയ്യുക. വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ പറമ്പത്തും അതുപോലെ തന്നെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ സ്ഥലമൊക്കെ, മറ്റുള്ള ആളുടെ സ്ഥലമല്ല നിങ്ങളുടെ സ്ഥലം തന്നെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ തന്നെ മാസത്തിൽ ഒരിക്കയോ അല്ലെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോൾ ഒരിക്കയോ ചെയ്തു കഴിഞ്ഞാൽ പുറത്തുനിന്നൊന്നും ഒരാളെയും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേറെ പൈസ നഷ്ടവുമില്ല. അതിന് നിങ്ങളിനി മാനക്കേടോ നാണക്കേടോ ഒന്നും വിചാരിക്കേണ്ട. നമ്മുടെ വീടിൻ്റെ പറമ്പത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിന് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഒരു നാണക്കേടും നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് സംഭവം ഈ ബ്ലേഡ് കേട്ടോ. ഈ ബ്ലേഡ് സൂക്ഷിക്കണം, സൂക്ഷിച്ചിട്ടേ കൈകാര്യം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ കംപ്ലീറ്റ് ചെത്തിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ ഫിനിഷാക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നടുക്ക് കണ്ടോ ഒരു ചെടിയുണ്ട്, അത് നമ്മളൊന്നും ചെയ്തില്ല കേട്ടോ. അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന് കരുതി. അപ്പോൾ ബൈ.